ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരള PSC നടത്തിയ 2015 നടത്തിയ ആയുർവേദ തെറാപ്പിസ്റ്റ് പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 218/2015. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ മലയാളം. ഡേറ്റ് ഓഫ് ടെസ്റ്റ് 12/11/2015. തസ്തിക ആയുർവേദ തെറാപ്പിസ്റ്റ്. ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ, മലപ്പുറം ഡിസ്ട്രിക്ട്. മാക്സിമം മാർക്ക് 100 മാർക്ക്. സമയം 1 മണിക്കൂർ 15 മിനിറ്റ്. ഒന്നാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലുള്ള അസ്ഥികളുടെ ആകെ സംഖ്യ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 206. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കരൾ. മൂന്നാമത്തെ ചോദ്യം, മർമ്മസംഖ്യ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 107. നാലാമത്തെ ചോദ്യം, ഉദ്വർത്തനം ഏത് ദോഷത്തെ ഹനിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി കഫം. അഞ്ചാമത്തെ ചോദ്യം, നസ്യകർമ്മത്തിനു ശേഷം ചെയ്യേണ്ട കർമ്മം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ധൂമപാനം. ആറാമത്തെ ചോദ്യം, ആനുപദേശ ദോഷ പ്രാമുഖ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി കഫം. ഏഴാമത്തെ ചോദ്യം, ജാനുമർമ്മത്തിൽ മുറിവേറ്റാൽ കാണുന്ന ലക്ഷണം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഗൻചത. എട്ടാമത്തെ ചോദ്യം, സ്നേഹദ്രവ്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സർപ്പീസ്. ഒമ്പതാമത്തെ ചോദ്യം, ത്രിമർമ്മങ്ങളിൽ പെടാത്തത് ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി നാഭി. പത്താമത്തെ ചോദ്യം, മൂത്രം എത്ര അഞ്ജലി പ്രമാണമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 4. 11ാമത്തെ ചോദ്യം, അസ്ഥിമർമ്മസംഖ്യ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 8. 12ാമത്തെ ചോദ്യം, ഏത് രസം അധികമായി ഉപയോഗിച്ചാൽ തിമിരം, ഭ്രമം മുതലായ അവസ്ഥകൾ ഉണ്ടാകുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അമ്ളം. 13ാമത്തെ ചോദ്യം, വാഗ്ഭട മതാനുസാരേണ പിത്തദോഷത്തിന്റെ വിശേഷ സ്ഥാനം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി നാഭി. 14ാമത്തെ ചോദ്യം, അഗ്നി എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 13. 15ാമത്തെ ചോദ്യം, ഗുൽഫമർമ്മ പരിമാണം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 2 അങ്കുലം. 16ാമത്തെ ചോദ്യം, ആ ജന്മ സാത്മ്യമായ രസം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ മധുരം. 17ാമത്തെ ചോദ്യം, ബോധക കഫത്തിന്റെ സ്ഥാനം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ജിഹ്വ. 18ാമത്തെ ചോദ്യം, മാംസധാതുവിന്റെ കർമ്മം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ലേപനം. 19ാമത്തെ ചോദ്യം, സ്നായു എത്ര വിധം? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 4. 20ാമത്തെ ചോദ്യം, ത്വക്സ്ഥമായ പിത്തം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഭ്രാജക. 21ാമത്തെ ചോദ്യം, അല്പമായ പ്രവൃത്തി കൊണ്ട് ക്ഷീണം തോന്നുന്നത് ഏത് ധാതു വൃദ്ധിയിലാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി മേധസ്. 22ാമത്തെ ചോദ്യം, സാധാരണ ഹൃദയമിടിപ്പ് നിരക്ക്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 72/മിനിറ്റ്. 23ാമത്തെ ചോദ്യം, ഓജസ്സിന്റെ സ്ഥാനം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഹൃദയം. 24ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ വമനം ചെയ്യാൻ പാടില്ലാത്ത അവസ്ഥ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി തിമിരം. 25ാമത്തെ ചോദ്യം, പൈത്തിക രോഗത്തിൽ നസ്യകർമ്മം ചെയ്യാനുള്ള സമയം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മധ്യാഹ്നം. 26ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ത്രിസ്തംഭത്തിൽ പെടാത്തത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി രക്തം. 27ാമത്തെ ചോദ്യം, അധാരണീയ വേഗങ്ങൾ എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 13. 28ാമത്തെ ചോദ്യം, വാഗ്ഭട മതാനുസാരേണ സ്വേദം എത്ര വിധം? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 4. 29ാമത്തെ ചോദ്യം, ആശയം എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 6. 30ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ത്രിസൂത്രത്തിൽ പെടാത്തത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ശസ്ത്രം. 31ാമത്തെ ചോദ്യം, അഞ്ജന ശലാകയുടെ ദൈർഘ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 8 അങ്കുലം. 32ാമത്തെ ചോദ്യം, ഗർഭിണികൾക്ക് വിവിധ ആഹാര സാധനങ്ങളിൽ തോന്നുന്ന ആഗ്രഹം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ബൗഹൃദം.
33-ാമത്തെ ചോദ്യം ക്രൂരകോഷ്ടം ഏത് ദോഷാധിക്യത്തിൽ കാണുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ വാദം. 34-ാമത്തെ ചോദ്യം ശബ്ദ അസഹിഷ്ണുത കാണുന്നത് ഏതു ധാതുവിന്റെ ക്ഷയത്തിലാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ രസ. 35-ാമത്തെ ചോദ്യം സാധാരണ രക്തസമ്മർദ്ദ നിരക്ക്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 80/120 mmHg. 36-ാമത്തെ ചോദ്യം വമനകർമ്മത്തിനു ശേഷം എത്ര ദിവസം കഴിഞ്ഞാൽ വിരേചനം ചെയ്യാം? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 15. 37-ാമത്തെ ചോദ്യം സുശ്രുത മതാനുസാരേണ സന്ധികൾ എത്ര വിധം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 8. 38-ാമത്തെ ചോദ്യം വസ്തികർമ്മം ഏതു ദോഷത്തിന്റെ പരമൌഷധമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ വാദം. 39-ാമത്തെ ചോദ്യം ഫലിതം ഏതു രസം അധികമായി ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന വികാരമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ലവണം. 40-ാമത്തെ ചോദ്യം സർവശരീരവ്യാപിയായ വാദം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി വ്യാന. 41-ാമത്തെ ചോദ്യം ശിരോവസ്ഥയിൽ ഉപയോഗിക്കുന്ന ചർമ്മപട്ടത്തിന്റെ വിസ്തീർണം? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 12 അംഗുലം. 42-ാമത്തെ ചോദ്യം ദശ ജീവിതധാമങ്ങളിൽ പെടാത്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി വൃക്ക. 43-ാമത്തെ ചോദ്യം ത്രിവിധ വിഭാഗത്തിൽ പെടാത്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ലവണം. 44-ാമത്തെ ചോദ്യം അഭ്യംഗം ചെയ്യാൻ പാടില്ലാത്ത അവസ്ഥ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി അജീർണം. 45-ാമത്തെ ചോദ്യം സുശ്രുത മതാനുസാരേണ ത്വക്ക് എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 7. 46-ാമത്തെ ചോദ്യം പല്ലുകൾ ഏതുതരം അസ്ഥികളാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി തരുണ. 47-ാമത്തെ ചോദ്യം കഷായ വസ്തിദ്രവ്യം ഉണ്ടാക്കുമ്പോൾ സ്നേഹദ്രവ്യം ചേർക്കുന്നത് എപ്പോൾ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 2. 48-ാമത്തെ ചോദ്യം ശരീരത്തിന്റെ സാധാരണ താപനില? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 37. 49-ാമത്തെ ചോദ്യം മർശനസ്യത്തിന്റെ ഉത്തമമായ മാത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 10 ബിന്ദു. 50-ാമത്തെ ചോദ്യം കഷായ വസ്തിയിൽ വസ്തിദ്രവ്യം തിരിച്ചു വരുവാനുള്ള സമയം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1 മുഹൂർത്തം. 51-ാമത്തെ ചോദ്യം ടിൻഡേൺ അബി എന്ന കൃതിയുടെ രചയിതാവ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വില്യം വേഡ്സ്വർത്ത്. 52-ാമത്തെ ചോദ്യം കേദാർനാഥ് സിംഗിന് 2013 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കൃതി? ശരിയായ ഉത്തരം ഓപ്ഷൻ സി യഹാം സേ ദേഖോ. 53-ാമത്തെ ചോദ്യം ചലിക്കുന്ന ശില്പം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നൃത്തരൂപം? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഒഡീസി. 34-ാമത്തെ ചോദ്യം വ്യാഴത്തെയും ഉപഗ്രഹങ്ങളെയും കുറിച്ച് പഠിക്കുന്നതിനായി നാസ 1989 വിക്ഷേപിച്ച പേടകം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഗലീലിയോ. 55-ാമത്തെ ചോദ്യം ചന്ദ്രനെ കുറിച്ചുള്ള പഠനം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സെലനോളജി. 56-ാമത്തെ ചോദ്യം ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എന്ന്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ നവംബർ 14. 57-ാമത്തെ ചോദ്യം ഇന്ത്യയിൽ പിൻകോഡ് സമ്പ്രദായം നിലവിൽ വന്ന വർഷം? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 1972. 58-ാമത്തെ ചോദ്യം ജർമ്മൻ സഹായത്തോടെ ആരംഭിച്ച ഇന്ത്യയുടെ ഉരുക്കു നിർമ്മാണശാല? ശരിയായ ഉത്തരം ഓപ്ഷൻ എ റൂർക്കല. 59-ാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 60-ാമത്തെ ചോദ്യം ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ രഹസ്യ പോലീസ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഗെസ്റ്റപ്പോ. 61-ാമത്തെ ചോദ്യം 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം അനുവദിക്കുന്ന ഭരണഘടനാ വകുപ്പ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 45-ാം വകുപ്പ്. 62 വേൾഡ് കപ്പ് ഫുട്ബോൾ 2014 ഗോൾഡൻ ബോൾ ലഭിച്ചതാർക്ക്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ലയണൽ മെസ്സി. 63-ാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ പുനരുൽപ്പത്തി ശേഷിയുള്ള ഏക അവയവം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി കരൾ.
64-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതു രാജ്യത്തിലാണ് പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങൾ നിലനിൽക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സ്വിറ്റ്സർലൻഡ്. 65-ാമത്തെ ചോദ്യം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഔദ്യോഗിക കാലാവധി? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 6 വർഷം. 66-ാമത്തെ ചോദ്യം ചൈനീസ് സാഹിത്യകാരനായ മോ യാനിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 2012. ആദ്യ ജൈനമത സമ്മേളനം നടന്നത് എവിടെ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ പാലടിപുത്രം. 68-ാമത്തെ ചോദ്യം സിഖുകാരുടെ 9ാമത്തെ ഗുരുവായ ഗുരു തേജ് ബഹദൂറിനെ വധിച്ചത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഔറംഗസീബ്. 69-ാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഒഴുകുന്ന ദേശീയ ഉദ്യാനമായ കെയ്ബുൾ ലംജാവോ സ്ഥിതി ചെയ്യുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി മണിപ്പൂർ. 70-ാമത്തെ ചോദ്യം പ്രകാശം ഏറ്റവും സാവധാനത്തിൽ സഞ്ചരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി വജ്രത്തിൽ. കേരളത്തിൽ ആദ്യമായി അച്ചടിശാല ആരംഭിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി പോർച്ചുഗീസുകാർ. 72-ാമത്തെ ചോദ്യം നിഷാന്ത്, ലക്ഷ്യം എന്നിവ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ പൈലറ്റ് രഹിത വിമാനങ്ങൾ. 73-ാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ വൃക്ഷം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ അരയാൽ. 74-ാമത്തെ ചോദ്യം ഷൺമുഖദാസൻ എന്ന പേരിലറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ. 75-ാമത്തെ ചോദ്യം ന്യൂക്ലിയർ ഫിഷൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഓട്ടോ ഹാൻ. 76-ാമത്തെ ചോദ്യം ആഫ്രിക്കൻ വൻകരയിലെ ഏറ്റവും വലിയ തടാകം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വിക്ടോറിയ തടാകം. 77-ാമത്തെ ചോദ്യം ഭൂമിയുടെ ഉപരിതലത്തിനോട് ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലം? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ട്രോപ്പോസ്ഫിയർ. 78-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ കാന്തിക വസ്തു അല്ലാത്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മാംഗനീസ്. 79-ാമത്തെ ചോദ്യം നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 1932. 80-ാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമില്ലാത്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഓക്സിജൻ. 81-ാമത്തെ ചോദ്യം ഇറ്റലിയിലെ മൗണ്ട് എറ്റ്ന ഏതുതരം അഗ്നിപർവ്വതത്തിന് ഉദാഹരണമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സജീവം. 82-ാമത്തെ ചോദ്യം മാനിഹോട്ട് യൂട്ടിലിസിമ എന്നത് ഭക്ഷ്യവിളയുടെ ശാസ്ത്രീയ നാമമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മരച്ചീനി. 83-ാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ രഘുറാം രാജൻ. 84-ാമത്തെ ചോദ്യം പവർ ഹൗസ് എന്നറിയപ്പെടുന്ന കോശഭാഗം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മൈറ്റോകോൺട്രിയ. 85-ാമത്തെ ചോദ്യം രാംനാഥ് ഗോയങ്ക അവാർഡ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി പത്രപ്രവർത്തനം. 86-ാമത്തെ ചോദ്യം ഭൂമിയിൽ ഏഷ്യ വൻകരയുടെ സ്ഥാനം? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി തെക്ക് 10 ഡിഗ്രി 11-നും വടക്ക് 81 ഡിഗ്രി 12-നും ഇടയിൽ. 87-ാമത്തെ ചോദ്യം താഴെ കൊടുത്തിട്ടുള്ളവയിൽ വൈറസുകൾ പരത്താത്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ടൈഫോയിഡ്. 88-ാമത്തെ ചോദ്യം മിസ്ട്രൽ എന്ന ശീതക്കാറ്റ് വീശുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആൽപ്സ് പർവ്വതത്തിന്റെ തെക്കൻ ചെരുവിൽ. 89-ാമത്തെ ചോദ്യം പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടി? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കാഞ്ചൻജംഗ. 90-ാമത്തെ ചോദ്യം സിന്ധു നദീതടവാസികൾക്ക് അപരിചിതമായിരുന്ന മൃഗം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ കുതിര. 91-ാമത്തെ ചോദ്യം സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഹിമാലയ ഭാഗം അറിയപ്പെടുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കുമയൂൺ ഹിമാലയം. 92-ാമത്തെ ചോദ്യം ബൃഹദേശ്വര ക്ഷേത്രം പണികഴിപ്പിച്ച രാജവംശം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ചോള രാജവംശം. 93-ാമത്തെ ചോദ്യം ഏതു വിളയുടെ ശങ്കരയിനമാണ് ജ്യോതി? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി നെല്ല്. 94-ാമത്തെ ചോദ്യം ഗണിതശാസ്ത്രത്തിന്റെ നോബൽ സമ്മാനമെന്നറിയപ്പെടുന്ന ഫീൽഡ് മെഡൽ 2014 ലഭിച്ചത് ആർക്ക്? ശരിയായ ഉത്തരം മഞ്ജുൾ ഭാർഗവ.
95-ാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാൽസ്യം കാർബണേറ്റ് അല്ലാത്തത് ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ജിപ്സം. 96-ാമത്തെ ചോദ്യം വാജ്പേയി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മംഗലാപുരം. 97-ാമത്തെ ചോദ്യം മൃത്യുബോധത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ജി ശങ്കരക്കുറുപ്പ്. 98-ാമത്തെ ചോദ്യം മണിഗ്രാമം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ വ്യാപാര സംഘങ്ങൾ. മൂലകങ്ങളെ ലോഹങ്ങളും അലോഹങ്ങളുമായി വേർതിരിച്ച ശാസ്ത്രജ്ഞൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ലവോസിയ. 100-ാമത്തെ ചോദ്യം സാധു ജനപരിപാലന സംഘം സ്ഥാപിച്ചത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി അയ്യങ്കാളി. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇന്ന് ആയുർവേദ തെറാപ്പിസ്റ്റ് 2015 നടന്ന ആയുർവേദ തെറാപ്പിസ്റ്റ് കേരള PSC പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വിശകലനം ചെയ്തത്. കൂടുതൽ ചോദ്യങ്ങൾ PDF-ൽ ഡൗൺലോഡ് ചെയ്യാനായി studyforsure.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി.